സംഘികളുടെ കപട രാജ്യസ്നേഹവും സ്ത്രീകളോടുള്ള മനോഭാവവും ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ടി.ജി. മോഹൻദാസിന് സ്വീകരണം. ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം ലഭിച്ച RSS ആശയപ്രചാരകൻ ടി.ജി. മോഹൻദാസിന് കൊച്ചി മട്ടാഞ്ചേരിയിൽ സംഘപരിവാർ പ്രവർത്തകർ സ്വീകരണം നൽകി. ടി.ജി. മോഹൻദാസിനെ നേതൃത്വം വേണ്ടത്ര പിന്തുണച്ചില്ലെന്ന വിമർശനം BJPക്കുള്ളിൽ ശക്തമാകുന്നതിനിടെയാണ് സ്വീകരണം. വിദ്യാർത്ഥി സമരത്തെക്കുറിച്ച് മോഹൻദാസ് പറഞ്ഞതിനെ RSS തള്ളിപ്പറഞ്ഞിരുന്നു. മോഹൻദാസ് പറഞ്ഞതിനോട് യോജിപ്പില്ലെങ്കിലും അറസ്റ്റ് വേട്ടയാടൽ പോലെയെന്നായിരുന്നു BJPയുടെ കുറ്റപ്പെടുത്തൽ. കുറച്ചു മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും തൽപര കക്ഷികളും തന്നെ പേടിപ്പിക്കാൻ നോക്കിയെന്നും അവർ നാണം കെട്ട് മടങ്ങിയെന്നും ടി.ജി. മോഹൻദാസ് പറഞ്ഞു. കേരളത്തിലെ കുറച്ച് ചാനലുകൾ, കേരളത്തിലെ കുറച്ച് രാഷ്ട്രീയക്കാർ, തൽപര കക്ഷികൾ, ഇവര് എന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കും. ഈശ്വരാധീനം കൊണ്ട് നിങ്ങളെപ്പോലെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. ഒടുവിൽ അവർക്ക് നാണം കെട്ട് മടങ്ങേണ്ടി വരും. മോഹൻദാസെ, ഇവിടെ ആരാണ് നാണം കെട്ട് മടങ്ങിയത്? താനാണ് നാണം കെട്ട് കോടതിയുടെ കാൽ നക്കിയിട്ട് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ഞാൻ കിളവനാണെന്നും ഞാൻ രോഗിയാണെന്നും കോടതിയോട് പറഞ്ഞ് കോടതിയുടെ കാല് പിടിച്ച് കാല് നക്കിയിട്ടാണ് തനിക്ക് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അത് താൻ മറക്കരുത്. പിന്നെ ഇയാളെ പൊക്കി നടക്കുന്നവരോട് പറയാനുള്ളത്, ഇയാള് സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊട്ടസ്റ്റിന്, അതായത് റൈറ്റ് ടു ഫ്രീഡം, ഇതിനൊക്കെയുള്ള പ്രൊട്ടസ്റ്റിന് പങ്കെടുത്തതിനോ അല്ല ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികളെ അവഹേളിക്കുകയും അതുപോലെ വിദ്വേഷവും വർഗീയതയും പ്രചരിപ്പിച്ച് ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ നോക്കുക ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇയാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇയാൾ പറഞ്ഞ അതേ വിദ്യാർത്ഥികൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുമുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. ഇനി നമുക്ക് BJPയുടെ കപട രാജ്യസ്നേഹം അതങ്ങോട്ട് പൊളിച്ചാലോ? ഒരു വീഡിയോ കാണാം. കണ്ടല്ലോ, ഇതാണ് അവരുടെ രാജ്യസ്നേഹം. BJP MLA ആണ്. ത്രിവർണ പതാക ഉപയോഗിച്ച് അയാളുടെ വേർപ്പ് തുടക്കുകയാണ് അയാൾ ചെയ്യുന്നത്. ഇത് അയാൾ ഏത് പാർട്ടിയാണെന്നും അയാൾ ഇട്ട വേഷം, അതുകൊണ്ടാണ് ഇയാളുടെ പേരിൽ കേസൊന്നും വരാത്തത്. അല്ല, വേറെ ആരെങ്കിലും തലയിൽ തൊപ്പിയൊക്കെ ഇട്ട ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളെങ്കിൽ അയാൾ കേസും ഉണ്ടാവും, അയാൾ ഇപ്പോൾ ജയിലിലും കിടന്നിട്ടുണ്ടാവും. ഇത് പിന്നെ വേറെ ആളുകളാണല്ലോ, അതുകൊണ്ട് അവർക്ക് വേറെ നിയമമാണല്ലോ ഇന്ത്യയിൽ, അതുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത്. ഇനി ഒരു വീഡിയോ കൂടി കാണാം. ഇത് കേരളത്തിൽ നിന്നാണ്, നമ്മൾ കാസർഗോഡ് നിന്ന് BJP ഓഫീസിൽ നിന്ന് കണ്ടുപോകാം. കണ്ടില്ലേ, നമ്മുടെ നാഷണൽ ഫ്ലാഗിനോടുള്ള അവരുടെ ബഹുമാനമാണ്. BJPയുടെ ഓഫീസാണ് അത്, കാസർഗോഡുള്ള. എന്താണല്ലേ, ഇവരാണ് മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ രാജ്യദ്രോഹിയാണ്, ആന്റി നാഷണൽ ആണെന്നും പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ ഇവരെ ഇനി എന്ത് വിളിക്കണം? നിങ്ങൾ തന്നെ പറയൂ. ഉള്ള വൃത്തികേട് തെറ്റും ചെയ്യും, പക്ഷേ അവർ രാജ്യസ്നേഹികളാണ്. നമ്മളൊക്കെയോ, അതായത് ഇവിടുത്തെ ഗവൺമെന്റ് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന നമ്മളൊക്കെ രാജ്യദ്രോഹികളാണ്. പക്ഷേ ഇതുപോലെ ചെയ്യുന്ന ആളുകളൊക്കെ രാജ്യസ്നേഹികളാണ്. അതാണ് പുതിയ ഇന്ത്യ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Jai Hind.